ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എങ്ങനെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, ആ ടേബിളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്നൊക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ വേർഡ് ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ആയി തോന്നുന്ന ഒരു സംഭവമാണ് സമ്മ്. അങ്ങനെയൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്തിടാൻ പറ്റുമോ? ഒന്നുമില്ല, ജസ്റ്റ് ടേബിൾ ലേഔട്ടിൽ പോയാൽ ഫോർമുലാസ് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. എന്താണ് നമുക്ക് വേണ്ടത്, ആവറേജ്, സമ്മ്, അങ്ങനെ. ഞാൻ ആ സമ്മ് എന്നുള്ളത് ഓപ്ഷൻ എടുത്തു. അപ്പോൾ അവിടെ നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കാണാം എബോ, അല്ലെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് എബോ എന്നാണ്, മുകളിലുള്ളതാണ് എനിക്ക് കൗണ്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് നിന്ന് അടിക്കുക. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് സം ചെയ്തിട്ട് തരും. ഇതാണ് എന്താ പറയുക, ഇതിലുള്ള കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സൽ ഉപയോഗിക്കുന്നതും വേർഡ് ഫയൽ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള അതിലൊരു സമ്മ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന കുറച്ച് മാറ്റങ്ങളാണ് കേട്ടോ. പിന്നെ എബോ, ഇതിൽ ഞാനിപ്പോൾ എബോയിലാണ്, മുകളിൽ നിന്നാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് സമ്മ് തന്നെയാണ്. സമ്മ് എന്താണ്, റൈറ്റത്തെ ലെഫ്റ്റത്തെ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ. ഈ ഒരു ഭാഗത്ത് റൈറ്റത്തെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല, കാരണം ഈ റൈറ്റ് സൈഡിലായിട്ട് ഒന്നുമില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലില്ലേ, ലെഫ്റ്റ് സൈഡിൽ വാല്യൂസ് ഉണ്ട്. സോ ഞാൻ അതിൻ്റെ സം ഈക്വൽ ടു സമ്മിൻ്റെ പകരം ലെഫ്റ്റ് എന്ന് കൊടുത്തു. സോ കണ്ടില്ലേ, അല്ലെങ്കിൽ ആൾട്ട് പ്ലസ് A+O എന്ന് അടിച്ചാലും ഇതേപോലെ കമൻറ്റ് കിട്ടും. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ മെയിൻലി കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതൊക്കെ സംഖ്യകളാണ് ആഡ് ചെയ്യേണ്ടത്, ആ സംഖ്യകൾ എബോ ആണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ സാധാ പോലെ ഓട്ടോമാറ്റിക്കലി അവർ തരും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 190 കിട്ടി. ഇത് പറയുന്നത് മുകളിൽ നിന്നുള്ള സമ്മ് 190 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും 190 തന്നെയല്ലേ, കാരണം സംഖ്യകളൊക്കെ ഒന്ന് തന്നെയല്ലേ. അപ്പോൾ 190 തന്നെയായിരിക്കും കിട്ടുക. ഞാനിതിൽ ജസ്റ്റ് ഒരു കോളം കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ടു, ജസ്റ്റ് ഒരു റോയും കൂടി ഇൻസെർട്ട് ചെയ്തിട്ട് ഇട്ടു. ഞാൻ ഈ ഇപ്പുറത്തെ സംഖ്യ ആഡ് ചെയ്ത് അപ്പുറത്തെ സംഖ്യ ആഡ് ചെയ്ത് രണ്ട് സംഖ്യകളും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇട്ടു. ഇപ്പം ഇതാ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യകളുടെ സമ്മ് എത്രയാണോ അതും, അതേപോലെ ടോപ്പ് എബോയിലുള്ള സംഖ്യകളുടെ സമ്മ് എത്രയാണോ അതും എന്താണ് ഇവിടെ വെച്ചു. ഇതിൽ ഡൗട്ടില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലാവും എന്താ പറയുക, അത് ഓക്കെയാണ് എന്നുള്ളത്. ആൾട്ട് പ്ലസ് A+O എന്ന് അമർത്തിയാലും ഇതേപോലെ നമുക്ക് കമൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ടേബിൾ ലേഔട്ടിൽ പോയിട്ട് നമുക്ക് ഫോർമുലാസ് എടുത്തിട്ടും ചെയ്യാം. ഇനി ഇതേപോലെയല്ല, നമുക്കൊരു ജസ്റ്റ് ഡയഗണലി ഇത് വരണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഡിസൈനിൽ പോയിട്ട് ഈ ഒരു ഇത് താഴത്തെ ഒരു കോളം എന്ന് പറയുന്നത് ഒരു സുഖമല്ലല്ലോ. അപ്പോൾ ടേബിൾ ഡിസൈനിൽ പോയിട്ട് അതിലെ ബോർഡേഴ്സിൽ ഡയഗണൽ ഉണ്ടാവും. ആ ഡയഗണൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ടേബിൾ ഡിസൈനിൽ പോയിട്ട് ബോർഡറിൽ പോയിട്ട് അടിയിലായിട്ട് ഡയഗണൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് രണ്ട് സൈഡിലുണ്ടാവും കേട്ടോ. അപ്പ് ഉണ്ടാവും, അതേപോലെ ഡൗൺ പറഞ്ഞിട്ട് രണ്ട് ഇതുണ്ടാവും. ആ ഡയഗണലിൽ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ 190 നമുക്കുള്ള വാല്യൂ ഇല്ലേ. അപ്പോൾ കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും അല്ലേ, കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിലാവും അത് വരിക. ദെൻ ഇനി ഈ ഒരു ടേബിളിൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാം നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്ത ശേഷം അതിന് ടേബിൾ ഡിസൈൻ കൊടുത്തു. ടേബിളിൽ അതേപോലെ എന്താ പറയുക, ടേബിളിൽ എന്തൊക്കെ മാറ്റം വരുത്തും, അതിൽ സമ്മ് നമ്മൾ കൊടുത്തു. ഇനി ആവറേജ് കാണാം. ആവറേജ് സെയിം പാറ്റേൺ ആണ്. നമുക്ക് കൊടുക്കുന്ന കമൻറ്റും ഇത് ഒന്ന് കുറച്ച് ഡിഫറൻസ് വരുത്തിയാൽ മതി. അതേപോലെ ഞാൻ ജസ്റ്റ് അതൊന്ന് കോപ്പി പേസ്റ്റ് എടുത്തു. ആ ടേബിളൊന്ന് ജസ്റ്റ് കോപ്പി, ആ ടേബിളിൻ്റെ ചിഹ്നമല്ലേ, ആ ഒരു പ്ലസ് ചിഹ്നം, ആ സിമ്പിൾ വന്ന് അമർത്തുക, ജസ്റ്റ് കോപ്പി എടുക്കുക, അപ്പുറത്തുകൊണ്ട് പേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഞാനതിൻ്റെ പ്രൊഡക്റ്റാണ് കാണുന്നത്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. ജസ്റ്റ് പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്താണ്, ഇതേപോലെ ഫോർമുല എന്താണോ ആ ടേബിൾ ലേഔട്ടിൽ പോവുക. ടേബിൾ ലേഔട്ടിൽ പോയിട്ട് ഫോർമുല എടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു. അതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടോ വൈറ്റ് കളറാക്കി. അത് രണ്ട് ടേബിളാണ്. ഫസ്റ്റത്തേത് എന്ന് പറയുന്നത് ടോട്ടലാണ്, സമ്മ് ചെയ്ത് വെച്ചില്ല നമ്മൾ. രണ്ടാമത്തെ ടേബിൾ പറയുന്നത് ഞാൻ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്ത് വെച്ചതാണ്. സോ ഇതിൽ ഞാൻ ഈ വാല്യൂസിൻ്റെ ഈ ഒരു 3 സംഖ്യയുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് കാണുന്നത്.
വി ക്യാൻ സീ ഹിയർ ഇതിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഇതിൽ ഈക്വൽ ടു ഇട്ട് കൊടുത്ത ശേഷം ഫോർമുലയിൽ ഈക്വൽ ടു ഇട്ട് കൊടുത്ത ശേഷം പ്രൊഡക്റ്റ് അതിനുള്ളിലായിട്ട് ബ്രാക്കറ്റ് ഉണ്ടോ, ബ്രാക്കറ്റ് ക്ലോസ്ഡ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ടോ, അതിൻ്റെ ഉള്ളിലായിട്ട് ഏതാണോ ലെഫ്റ്റ് റൈറ്റ് ഏതാണോ എബോവ് ആണോ ബിലോ ആണോ, സോ നമ്മളത് ആഡ് ചെയ്തു. ആ ഒരു ഇത് കമൻറ്റ് കൊടുക്കുക. കമൻറ്റ് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതേപോലെ ഈക്വൽ ടു കൊടുക്കുക. ആ കമൻറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ, ഫോർമുലേൻ്റെ ഉള്ളിൽ, ഫോർമുല ബാറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ താഴെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഏതാണോ പ്രൊഡക്റ്റ് ആണോ മാക്സിമം ആണോ ആവറേജ് ആണോ അത് കൊടുക്കുക. ദെൻ ഇതേപോലെ എബോ ആണോ ബിലോ ആണോ എന്നുള്ള വാല്യൂസ് എവിടെയാണ് നമ്മളെ നമ്പേഴ്സ് വാല്യൂസ് ഉള്ളത് ആ കോളം മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം മുകളിലുള്ള സംഖ്യകളാണെങ്കിൽ എബോ എന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ലെഫ്റ്റിലുള്ള സംഖ്യകളാണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, അങ്ങനെ ആ ഒരു ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് മാക്സിമം മിനിമം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദെൻ ഈക്വൽ ടു ആ ഒരു വാല്യൂവിൻ്റെ അത് വരും. ഇത് മാക്സിമം ഞങ്ങൾ കൊടുത്തതാണ്. മാക്സിമം അതിൽ ഏതൊരു സംഖ്യയാണ് മാക്സിമം എന്ന് പറയുന്നത് ആ ഒരു മാക്സിമം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.